ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വലിയ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്താണ് നോമ്പ്? എന്തിനാണ് നോമ്പ്? പലരുടെയും മനസ്സിൽ ചോദ്യങ്ങൾ അനവധിയാണ്. പല കാഴ്ചപ്പാടുകളും പല അഭിപ്രായങ്ങളുമുണ്ട്. നോമ്പ് സഭ കാലങ്ങളായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ മനുഷ്യരിൽ ആത്മബോധം ഉളവാക്കാനുള്ള ഒരു ശിക്ഷണം ആണ് എന്ന് പറയാം. യഥാർത്ഥ നോമ്പ് നമ്മുടെ അകമേയുള്ള മാറ്റത്തിൻ്റെ അനുഭവമായി തീരണം. മനുഷ്യനെ കൂടുതൽ ദൈവവുമായി അടുപ്പിക്കുന്ന ഒന്നാണ് നോമ്പ്. നോമ്പ് ശത്രുവായ സാത്താൻ്റെ നേരെയുള്ള തോൽക്കാത്ത ആയുധമാണ്. ഇഷ്ടമുള്ള പലതിനെയും വെടിഞ്ഞ് വീണ്ടും അതെടുത്ത് അണിയുന്നതിലല്ല, ആ സ്പേസിൽ നമുക്ക് ദൈവീക കൃപ നിറയ്ക്കുന്നതിലാണ് നോമ്പ് അർത്ഥപൂരിതമാകുന്നത്. സദൃശ്യവാക്യങ്ങൾ 17:3 ഇങ്ങനെ പറയുന്നു: വെള്ളിക്ക് പുടം, പൊന്നിന് മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. മനുഷ്യൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നത് യഹോവയാകുന്നു. പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. നമുക്ക് പ്രയാസം വരുമ്പോൾ മാത്രം യഹോവയുടെ ബലമുള്ള ഗോപുരത്തിലേക്ക് ഓടിപ്പോകുന്നവരായിട്ടല്ല, എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ശ്രദ്ധിക്കണം. നോമ്പിൻ്റെ സഞ്ചാരപാതയിൽ ക്രൂശിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനമാണ്. ആ ക്രൂശിൻ്റെ സാന്നിധ്യത്തിൽ സംതൃപ്തിയോടെ ജീവിക്കുവാനുള്ള കൃപ തന്നാൽ മതി എന്ന് ഏതവസ്ഥയിലും പറയുവാൻ സാധിക്കണം. നിന്റെ കൃപ എനിക്ക് മതി, എനിക്കിതും മതി, കർത്താവേ എനിക്കിത് മതി എന്ന് പറയുവാൻ ഏതവസ്ഥയിലായിരുന്നാലും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മോശ 40 ദിവസം നോമ്പ് നോറ്റിട്ട് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുഖം സൂര്യനെ പോലെ തേജസ്സുള്ളതായി തീർന്നു. ഞാനും നിങ്ങളും നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ മുഖം ആത്മീയമായ ശോഭയുള്ളതായി തീരണമെങ്കിൽ മോശയുടെ കയ്യിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് മോശയുടെ മുഖം പ്രകാശപൂരിതമായ ആത്മാവിനെ നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നത്. വെടിപ്പോടെ നോമ്പ് നോക്കുന്നതിൻ്റെ തലമുറ മാലാഖമാരുടെ സംഘത്തോട് ചേർക്കപ്പെടും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഞാനും നിങ്ങളും ആത്മാവിനെ ശോധന ചെയ്ത് വിശുദ്ധിയുള്ളവരായി തീരുവാൻ, രൂപാന്തരം പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.